ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 32ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 290ാമത്തെ നാമം മുതൽ 299ാമത്തെ നാമം വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂതഭവ്യ ഭവന്നാദ പവന പാവനോ നലഃ കാമഃ കാമകൃത്കാന്ത കാമ കാമപ്രദ പ്രഭുഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഭൂത ഭവ്യ ഭവന്നാദ പാവന പാവാന അനല കാമഃ കാമകൃത് കാന്ത കാമ കാമപ്രദ പ്രഭുഃ എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ആദ്യത്തെ നാമധേയം ഭൂത ഭവ്യ ഭവൻ നാദ. ഭൂത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപ് നടന്ന കാലഘട്ടത്തിലെ സംഭവങ്ങൾ. ഭവ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഭവ എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. നാദ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ ഭൂതഭവ്യ ഭവന്നാഥ എന്ന് പറഞ്ഞാൽ ഈ 3 കാലഘട്ടത്തിലെയും നാഥനാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു. അപ്പോൾ സമയത്തിന്റെ ഈശ്വരനായ മഹാവിഷ്ണു ആ സമയത്തിൽ എന്തൊക്കെ നടക്കുന്നുവോ ഇനി നടക്കാൻ പോകുന്നുവോ അതിനെല്ലാം കാരണഭൂതനാണ്. അതായത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ അത് നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു, അത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മൾ അത് എങ്ങനെ നമ്മുടെ ജീവിതചര്യയിൽ അത് മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതെല്ലാം ഭഗവാനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനാലാണ് ഭഗവാന് ഭൂതഭവ്യ ഭവന്നാഥ എന്ന നാമധേയം. പവന പവന എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ കാര്യത്തെയും പവിത്രമായി പരിശുദ്ധീകരിക്കുന്നതാരാണോ ആ ഒരു ശക്തിയെ പവന എന്ന് പറയുന്നു. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഈശ്വരനായ ഭഗവാൻ അത് നിലനിർത്തുവാൻ പരിപാലിക്കുവാൻ ഭഗവാൻ അതിനെ ശുദ്ധീകരിക്കുന്നു. അതിനാൽ ഭഗവാന് പവന എന്ന നാമധേയം. അടുത്ത നാമധേയം പാവന എന്നാണ്. അതായത് പാവന എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരു വായുവായി, ഒരു കാറ്റായി, ഒരു നിലനിൽപ്പിനെ കുറിക്കുന്നു. അത് ഒരു ജീവാത്മാവ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ വായുവിന്റെ സഞ്ചാരം ഉണ്ടാവുക തന്നെ ചെയ്യണം. ആ ഒരു പ്രാണനായി നിൽക്കുന്ന ഭഗവാനെ പാവന എന്ന് പറയുന്നു. ആ ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു വായു നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമ്മുടെ എല്ലാ ജീവിത പ്രവർത്തനത്തെയും അത് പരിപാലിക്കുമ്പോൾ ആ ഒരു ശുദ്ധമായി മാറുന്ന ആ വായു നമ്മുടെ ജീവനെയും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മൾ ഭഗവാനെ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് പോകുന്നു. അതിനാൽ ഭഗവാന് പാവന എന്ന നാമധേയം. അടുത്ത നാമധേയം അനല എന്നാണ്. അനല എന്നാൽ അഗ്നി എന്നർത്ഥം. അതായത് ഒരു ജീവിതം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ആ ഒരു ചെറു ചൂട് അത്യാവശ്യമുണ്ട്. ആ ഒരു ചൂട് ഉള്ളതിനാലാണ് ആ ശരീരത്തിൽ രക്തോട്ട സംഭവങ്ങൾ നടക്കുന്നതും പല പ്രവർത്തനങ്ങൾ നടക്കുന്നതും. ആ ഒരു ആഹാരം പോലും ദഹിക്കുവാൻ വേണ്ടി നമുക്ക് ആ ഒരു അഗ്നി പോലെ ആ ഒരു ആവശ്യമുണ്ട്, ഒരു അനല ആവശ്യമുണ്ട്. അതായത് ഒരു ചെറു ചൂട് നമ്മുടെ ശരീരത്തിൽ ഉള്ളപ്പോഴാണ് ആ പ്രാണൻ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ അനല എന്ന നാമത്തിന് അന എന്ന് പറഞ്ഞാൽ പ്രാണ എന്നും ല എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അനല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാണനെ നിലനിൽക്കുന്ന ഒരു കോശത്തെ അത് കുറിക്കുന്നു. അതിനാൽ ഭഗവാന് അനല എന്ന നാമധേയം. അടുത്ത നാമധേയം കാമഹ എന്നാണ്. അതായത് നമുക്ക് ഒരു വസ്തുവിനോട് അത് ചലിക്കുന്നതായിക്കോട്ടെ ചലിക്കാത്തതായിക്കോട്ടെ അതിനോടുള്ള ആ ഒരു ഇഷ്ടത്തെ, ആ ഒരു ഇഷ്ടം അത് കാരണം അത് നമ്മുടെ പ്രവൃത്തിയെ തന്നെ മാറ്റിമറിക്കുവാൻ സാധ്യമുണ്ട്. ആ ഒരു ഇഷ്ടം ആ ഒരു വസ്തുവിനോട് തോന്നുന്നതിനാൽ ആ ഒരു ഇഷ്ടം നമ്മുടെ ഈ ചിന്തയെ പോലും മാറ്റുന്നു.
അപ്പോൾ ആ ഒരു ഇഷ്ടത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഭഗവാനാണ്. അതായത് നമുക്ക് ഒരു വിരക്തി എന്ന ഒരു സത്യം നമുക്ക് എപ്പോൾ ബോധ്യമാകുന്നുവോ, നമുക്ക് ഏതൊരു വസ്തുവിലും നമുക്ക് ആ ഒരു ബന്ധത്തെ ഏർപ്പെടാതെ ആ ഒരു വാസനയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഒരു രാത്രിയെ എങ്ങനെയാണോ സൂര്യൻ ഇല്ലാതാക്കുന്നത്, അതായത് പ്രഭാതത്തിൽ സൂര്യൻ വരുമ്പോൾ ആ രാത്രിയെ നശിപ്പിച്ച് ദിവസത്തെ ഉണർത്തുന്നു, അതുപോലെ തന്നെയാണ് ശുദ്ധീകരിച്ച നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും വാസനയെയും ഇല്ലാതാക്കിയിട്ട് നമ്മുടെ പരിശുദ്ധമായ പരമാത്മാവിനെ കൊണ്ടുവന്ന് ആ ഒരു ഭക്തന് ഏതാണോ കാമത്തിൽ നിന്നും ആ ഒരു ഭക്തന്റെ ശ്രദ്ധയെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നത്, ആ ഒരു ശക്തിയെ നമ്മൾ കാമഹ എന്ന് വിളിക്കുന്നു. അതിന് ഏതൊരു കാമത്തിന്റെയും പിതാവായി നമ്മൾ കാണുന്നത് പ്രത്യുജ്ഞനെയാണ്. അത് തന്നെയാണ് ഭഗവാന്റെ വേറൊരു നാമധേയവും. അതായത് നമ്മൾ ഒരു ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ ഒരു മനസ്സിന് ഒരു ഇഷ്ടം തോന്നുന്നു. ആ ഒരു ഇഷ്ടം നല്ല രീതിയിൽ തോന്നി നമുക്ക് വളർച്ചയെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് കോപത്തെ ഉണ്ടാക്കുന്നു, കോപത്തിൽ നിന്നും നമ്മുടെ മനസ്സ് മാറുന്നു, മനസ്സിൽ നിന്നും നമ്മൾ അരുതാത്ത പ്രവൃത്തി ചെയ്യുന്നു, അധർമ്മത്തെ പാലിക്കുന്നു. അങ്ങനെ ആ ഒരു സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്നു. നമ്മൾ മറ്റുള്ളവർ എന്തു പറയുന്നുവോ അത് നമുക്ക് കേൾക്കുവാൻ പോലും സന്നദ്ധി ഇല്ലാതെ മാറുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും ധർമ്മം പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഷ്ടപ്പെട്ട് പിടിച്ചടക്കിയ ഒരു സാധനവും നമ്മുടെ കയ്യിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ, ഈ ഭൂമിയിൽ വിട്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നിമിഷം പോലും അത് സ്ഥിരമായി ഇരിക്കുന്ന ഒരു വസ്തുവേ അല്ല. അപ്പോൾ ഒരു ഭക്തൻ അത് മനസ്സിനെ പൂർണ്ണമായി ഭഗവാനിൽ ലയിക്കുമ്പോഴാണ് ആ ഒരു ആവശ്യമില്ലാത്ത അനിഷ്ടങ്ങൾ നശിപ്പിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നത്. അടുത്ത നാമധേയം കാമകൃത് എന്നാണ്. കാമം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടം, കൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണോ ഒരു ഇഷ്ടത്തെ അനുഗ്രഹിച്ച് അത് സംഭവികമാക്കുന്നത്, ആ ഒരു ശക്തിയെ കാമകൃത്ത് എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഈ കാമദേവനാൽ നമുക്ക് ഓരോ വസ്തുവിൽ ഒരു കാമം ഉണ്ടാവുമ്പോൾ ആ ഒരു വാസനയെ നശിപ്പിച്ചുകൊണ്ട് ഭക്തൻ അറിയാതെ തന്നെ ആ ഒരു ഭക്തന്റെ അനിഷ്ടങ്ങളെ നോക്കിക്കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭഗവാൻ അവർക്ക് എന്നും നന്മയെ കൊടുക്കുന്നു. അചഞ്ചലമായ ഒരു സ്നേഹത്തിന് ഉടമയാക്കുന്നു. അതുപോലെ ഏറ്റവും അധികമായ ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭഗവാന് കാമകൃത് എന്ന നാമധേയം. അടുത്ത നാമധേയം കാന്ത എന്നാണ്. കാന്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ രൂപം, ഏതൊരാളെയും ആകർഷിച്ചു കൊള്ളുന്ന ആ ഒരു രൂപത്തെ ആരാണോ പ്രാപിച്ചിരിക്കുന്നത് ആ ശക്തിയെ കാന്ത എന്ന് പറയുന്നു. അതായത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള ആ ഒരു മുഴുവൻ മനോഹാരിതയും സാക്ഷാൽ ഭഗവാന്റെ രൂപത്തിലുണ്ട്. ആ രൂപം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നുവോ ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതായത് ഉപനിഷത്തിൽ പറയുന്നത് ഭഗവാനെ ശാന്തം ശിവം സുന്ദരം എന്നാണ്. അതായത് ഭഗവാനെ നമ്മൾ അടുക്കും തോറും നമുക്ക് മനസ്സിന് ശാന്തത ലഭിക്കുന്നു, അതുപോലെ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നു, അതുപോലെ നമ്മുടെ ശരീരം സൗന്ദര്യത്തിന്റെ അതീതമായ ഒരു ഭംഗിയെ ആർജിക്കുന്നു. അത് പുറത്ത് കാണുന്ന ആ ഒരു സൗന്ദര്യമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ അതിലുള്ള സൗന്ദര്യത്തെ കുറിക്കുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോഴും ഒരു ഭക്തനിൽ ആ സൗന്ദര്യം എന്ന് കാണുന്നത് ആ ഒരു നിദാനമായിട്ടുള്ള ഒരു വാക്ചാതുര്യത്തെയാണ്. അതായത് നമ്മൾ ഒരു വലിയ ഒരു സംഘർഷം നടക്കുമ്പോഴും ശാന്തമായി ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് പൂർണ്ണമായ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നു. അതുപോലെ തന്നെ മനസ്സിന് ഒരു പരിശുദ്ധിയായി മാറി ആ ഒരു സന്ദർഭത്തെ തന്നെ മാറ്റിമറിച്ച് അവിടെ സമാധാനത്തെ കൊണ്ടുവരുവാൻ ആ ഭക്തന് സാധിക്കുന്നു. അടുത്ത നാമധേയം കാമ എന്നാണ്.
കാമ എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവർ എങ്ങനെയാണോ ഒരു ഈശ്വരനെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഭക്തനെയും മറ്റുള്ളവർ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയെ കാമ എന്ന് പറയുന്നു. അതായത് ഒരു ഭക്തൻ അവരവരുടെ പ്രവൃത്തി കാരണമാണ് വേറൊരാളുടെ സ്നേഹത്തെ പിടിച്ചു പറ്റുന്നത്. അതായത് അവർക്ക് ആ സ്നേഹം കാരണം അങ്ങേയറ്റമുള്ള സന്തോഷവും അങ്ങേയറ്റമുള്ള ഒരു ആത്മാർത്ഥതയും ഒരു സംതൃപ്തിയും ലഭിക്കുന്നു. അങ്ങനെ ആ ഏതൊരു ദുരന്തത്തെയും അവർ മറികടക്കുവാനും സാധിക്കുന്നു. അതുപോലെ ആ അങ്ങേയറ്റമുള്ള ആ ഒരു സ്നേഹത്തിന് പാത്രമായി തീരുവാൻ ഒരു ഭക്തന് സാധിക്കുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നതെന്നാൽ നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുമ്പോൾ, അജ്ഞാനം ഇല്ലാതെ നമ്മൾ ജ്ഞാനത്തെ പരിപാലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളും അതിന് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഭഗവാന്റെ അടുത്ത നാമധേയം കാമപ്രദ എന്നാണ്. അതായത് കാമം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തു, പ്രദ എന്നാൽ അത് അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന്. അപ്പോൾ കാമപ്രദ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു ഭക്തൻ അവർ പറയാതെ തന്നെ അവരുടെ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് പ്രദാനം ചെയ്യുന്ന ഒരു ശക്തിയാണ്. ആ മനസ്സ് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചു കൂട്ടുന്നു അത് നിസ്വാർത്ഥമായിട്ടുള്ള ചിന്തയാണെങ്കിൽ ഭഗവാൻ ഉടനടി അത് നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അതിനാൽ ഭഗവാന് കാമപ്രദ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് പ്രഭു എന്നത്. പ്രഭു എന്നാൽ ഒരു ഈശ്വരൻ എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു മുതലാളി എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യത്തിൽ നോക്കി കണ്ട് ചെയ്യുന്ന ഒരു നേതാവ് എന്നർത്ഥം. എല്ലാ തരത്തിലുള്ള ഒരു ശക്തി ഉള്ള ഒരാൾ, അതായത് സാക്ഷാൽ ഭഗവാൻ. അത് സൃഷ്ടിയായിക്കോട്ടെ, ആയിക്കോട്ടെ, സംഹാരമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും പൂർണ്ണമായ ശക്തി ഉള്ളതിനാൽ ഭഗവാനെ പ്രഭു എന്ന് വിളിക്കുന്നു. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഭൂതഭവ്യ ഭവന്നാഥ പവന പാവന അനല കാമക കാമകൃ കാന്ത കാമ കാമപ്രദ പ്രഭു എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ഭൂതഭവ്യ ഭവന്നാഥ പവന പാവനോ നലക കാമക കാമകൃത് കാന്ത കാമ കാമപ്രദ പ്രഭു. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.